ഹായ് കൂട്ടുകാരെ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ താമരയുടെ ട്യൂബർ എങ്ങനെയാണ് നടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഒരു പോട്ട് എടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടാണ്. അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇടുക. ഞാൻ കുറച്ച് അളവിൽ മാത്രമേ ചാണകപ്പൊടി എടുത്തിട്ടുള്ളൂ, കാരണം ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പായൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചളവിൽ മാത്രമേ ചാണകപ്പൊടി ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് എല്ലുപൊടി ഇടുക. വളങ്ങൾ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലുപൊടി ആയാലും കുറച്ചളവിൽ മാത്രം എടുക്കുക. അതിനുശേഷം ചെളി വെച്ചിട്ടാണ് ഇന്ന് ട്യൂബർ നടുന്നത്. ചെളിയും ചുവന്ന മണ്ണും വെച്ചിട്ട് നമുക്ക് താമര നടാം. ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ചെളിയാണ്. ചെളിയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അളവിൽ ചെളി ഇടുക. ഒരു 1/4 ഭാഗത്തോളം ചെളിയാകുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂബർ അതിനകത്ത് നടാൻ പറ്റും. ട്യൂബർ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, താമരയുടെ ട്യൂബർ നടുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്നും നമ്മൾ വയ്ക്കരുത്. സൈഡിൽ മാത്രമേ ട്യൂബർ വയ്ക്കാവൂ. സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ താമരയുടെ ട്യൂബർ വലുതായി നല്ല ഗ്രോത്ത് ആവത്തുള്ളൂ. അപ്പോൾ ട്യൂബർ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സൈഡിൽ മാത്രമേ വയ്ക്കാവുള്ളൂ. പിന്നീട് നമുക്ക് ഒരു ഓടിൻ കഷ്ണം അങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ട്യൂബർ ഇളകി പോകത്തില്ല, നല്ല ഉറപ്പായിട്ട് അതിൽ ഇരുന്നോളും. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കാം. അപ്പോഴത് നല്ല താമര നല്ല ഗ്രോത്തോടെ വളരും. ഇങ്ങനെ നട്ട താമരകളൊക്കെയാണ് ഈ കാണുന്നത്.